നമസ്കാരം ചേട്ടാ. നിങ്ങളുടെ പെൺകുട്ടികളെ രക്ഷപ്പെടുത്തണമെങ്കിൽ, അതായത് മത തീവ്രവാദികളുടെ, മതം മാറ്റ ലോബികളുടെ, മതം മാറ്റ സംഘടനകളുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ പെൺകുട്ടികളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. ഏറ്റവും ഒടുവിൽ ബ്രിട്ടനിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. സുന്ദരികളായ നല്ല വെളുത്ത സ്ത്രീകളെയൊക്കെ സ്നേഹം നടിച്ച് വശീകരിച്ച് അവരുടെ വലയിലാക്കിയതിനു ശേഷം ഗർഭിണികളാക്കിയിട്ട് മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുകയും, അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ അവരെ കൊന്നുകളയുന്ന രീതി അവലംബിക്കുന്ന ഒരു ഇസ്ലാമിക ഗ്രൂപ്പ്, 40ഓളം പേരടങ്ങുന്ന ചെറുപ്പക്കാരുടെ ഒരു ഗ്രൂപ്പിനെ ബ്രിട്ടനിൽ തിരിച്ചറിയുകയും അതിൽ കുറെ പേരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ വെച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പോലും വശീകരിച്ച് ഇത്തരത്തിൽ ഗർഭിണികളാക്കി മതം മാറ്റത്തിന് പ്രേരിപ്പിക്കുന്ന രീതി ഭീകരവാദ സംഘടനയുടെ മൊഡ്യൂളുകളാണ്. ഇത് എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ചും ഇന്ത്യയിലാണ് അധികവും നടന്നു വരുന്നത്. ഏറ്റവും ഒടുവിൽ ബ്രിട്ടനിൽ മാത്രം 2 ലക്ഷത്തിലധികം പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ ഗർഭിണികളാക്കിയതും മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചതും. നിങ്ങളുടെ പെൺമക്കളെ ഈ ചതിയന്മാരുടെ കയ്യിൽ നിന്നും, മത തീവ്രവാദ സംഘടനകളുടെ കയ്യിൽ നിന്നും, ഇത്തരം ലോബികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഹിന്ദുവാണ് എങ്കിൽ നിങ്ങൾ ഹിന്ദുത്വം എന്താണെന്ന് നിങ്ങളുടെ പെൺമക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക. സ്നേഹം നടിച്ചു വരുന്ന, പ്രേമം നടിച്ചു വരുന്ന ഇസ്ലാമിക മത തീവ്രവാദികളെ കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ഇല്ല എങ്കിൽ നിങ്ങളുടെ പെൺമക്കളുടെ ജീവിതം വഴിയാധാരമായി പോവും. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ കൃത്യമായും ഒഴിവാക്കുക തന്നെ വേണം. അതിനു വേണ്ടത് ഓരോ ഹിന്ദുവും അവരവരുടെ പെൺമക്കളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അവർക്ക് വേണ്ടുന്ന അറിവ്, അതായത് ഹിന്ദു മതത്തിനെ കുറിച്ചും ഹിന്ദുത്വം എന്താണെന്നും രാമൻ ആരാണെന്നും കൃഷ്ണൻ ആരാണെന്നും പുതുതലമുറയ്ക്ക് അറിവില്ലാത്തത് കൊണ്ടും അതാരും പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടും ഇത്തരത്തിൽ വഴിതെറ്റിപ്പോകുന്ന സമൂഹമാണ് നമുക്കുള്ളത്. ഇത് വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ഓരോ ഹിന്ദുക്കളുടെയും വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. അതിനു വേണ്ടുന്ന സാഹചര്യം നിങ്ങൾ തന്നെ ഒരുക്കണം. കൊച്ചുകുട്ടികളാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിർബന്ധമായും കൊണ്ടുപോകണം. നമ്മുടെ ഓരോ ദൈവങ്ങളുടെയും അവതാര ഉദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരെ തികഞ്ഞ ദൈവവിശ്വാസിയായിട്ട് വളർത്തണം. മാസത്തിൽ 4 തവണയെങ്കിലും അവരെ ക്ഷേത്ര ദർശനത്തിന് കൊണ്ടുപോകേണ്ടതുണ്ട്. നിങ്ങളുടെ വീടിനടുത്ത് എവിടെയെങ്കിലും ഭഗവത്ഗീത ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിന് അവരെ കൊണ്ടുവിടേണ്ടതുണ്ട്. ക്ഷേത്രത്തിലെ സപ്താഹ ചടങ്ങുകളിൽ അവരെ പങ്കെടുപ്പിക്കണം, വളർത്തുകയും വേണം. ഇല്ല എങ്കിൽ നാളെ നിങ്ങളുടെ പെൺകുട്ടികളാകും ചതിക്കുഴികൾ ചെന്ന് പെടുക.